ചാപ്റ്റർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. എൻ്റെ പേര് അഭിനവ്. ഞാൻ നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസ് അധ്യാപകനാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസിലെ രണ്ടാമത്തെ ചാപ്റ്റർ. രണ്ടാമത്തെ ചാപ്റ്ററിലെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ബിസിനസ്സിലെ കുറച്ച് ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് പലതരത്തിലുള്ള പാർട്ട്ണർമാരുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ. നമ്മുടെ ഉടനീളം കണ്ടുവരുന്ന പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിൽ പലതരത്തിലുള്ള പാർട്ട്ണർമാരുണ്ട്. അവരുടെ ഓരോ സ്വഭാവവും ഓരോ രീതിയിലാണ്. ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു 7 പാർട്ട്ണറിൻ്റെ പ്രത്യേകതകൾ നമുക്ക് പഠിക്കാനുണ്ട്. പാർട്ട്ണർഷിപ്പിലെ പാർട്ട്ണർമാരുടെ പ്രത്യേകതകൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെ സവിശേഷതകളാണ് ആ വ്യക്തികൾക്ക് ഉള്ളത്, നമുക്ക് പഠിക്കാനുള്ള ആ വ്യക്തികൾക്ക് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആ പാർട്ട്ണർമാരെന്ന് നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഒന്നാമത്തെ പാർട്ട്ണറാണ് ആക്റ്റീവ് പാർട്ട്ണർ. നമ്മുടെ ഒന്നാമത്തെ പാർട്ട്ണറുടെ പേരാണ് ആക്റ്റീവ് പാർട്ട്ണർ. പേര് പോലെ തന്നെ ഇയാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെന്റ്. നമ്മുടെ ബിസിനസ്സിലെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയെയാണ് ആക്റ്റീവ് പാർട്ട്ണർ എന്ന് വിളിക്കുന്നത്. ഹി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെന്റ്. അതാണ് ഈ കിടക്കുന്ന പോയിന്റ്. ഹി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെന്റ്. അത് മാത്രമല്ല, ഹി കോൺട്രിബ്യൂട്ട്സ് ക്യാപിറ്റൽ. അയാൾ ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ അയാളുടെ ക്യാപിറ്റൽ അയാൾ എന്ത് ചെയ്തിരിക്കും? സ്ഥാപനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കും. അപ്പം ആക്റ്റീവ് പാർട്ട്ണർ കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ആൻഡ് ഹി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെന്റ്. ഇനി ഒരു കാര്യം കൂടെ കണ്ടോ, ലൈബിലിറ്റി. അയാളുടെ ബാധ്യത എന്ന് പറയുന്നത് എന്തായിരിക്കും? ബാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. യാതൊരു പരിധിയും ഇല്ലാത്ത ബാധ്യതയായിരിക്കും. എന്ന് വെച്ചാൽ എത്ര വേണമെങ്കിലും ബാധ്യത ഉണ്ടാകാം അയാൾക്ക്. ഇതാണ് നമ്മുടെ ആക്റ്റീവ് പാർട്ട്ണറിന്റെ സവിശേഷതകൾ. അപ്പം നമ്മൾ പറഞ്ഞത് ആക്റ്റീവ് പാർട്ട്ണറെ കുറിച്ചാണ്. ആക്റ്റീവ് പാർട്ട്ണറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ആക്റ്റീവ് പാർട്ട്ണർ കോൺട്രിബ്യൂട്ട്സ് ക്യാപിറ്റൽ ആൻഡ് ഹി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അയാളുടെ ലൈബിലിറ്റി എന്തായിരിക്കും? ദ ലൈബിലിറ്റി ഓഫ് ദി ആക്റ്റീവ് പാർട്ട്ണർ വിൽ ബി അൺലിമിറ്റഡ്. അയാളുടെ എന്തായിരിക്കും? അൺലിമിറ്റഡ് ആയിട്ടുള്ള ലൈബിലിറ്റി ആയിരിക്കും ആ വ്യക്തിക്ക് ഉള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തേനകത്തോട്ട് വരാം. രണ്ടാമത്തെ പാർട്ട്ണർ ആരാണെന്ന് നോക്കാം. രണ്ടാമത്തെ പാർട്ട്ണറുടെ പേരാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ. രണ്ടാമത്തെ പാർട്ട്ണറുടെ പേരാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ. അദ്ദേഹത്തെ മറ്റൊരു പേരിൽ നമുക്കറിയപ്പെടാം ഡോർമെന്റ് പാർട്ട്ണർ എന്നും വിളിക്കാം. മറ്റൊരു പേരാണ് ഡോർമെന്റ് പാർട്ട്ണർ. ഈ പേര് പോലെ തന്നെ സ്ലീപ്പിംഗ് പാർട്ട്ണറുടെ പ്രത്യേകത, ഇദ്ദേഹം എന്ത് ചെയ്യും? ക്യാപിറ്റലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇദ്ദേഹം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഹി കോൺട്രിബ്യൂട്ട്സ് ദ ക്യാപിറ്റൽ ബട്ട് ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെന്റിൽ. മാനേജ്മെന്റിൽ എന്ത് ചെയ്യത്തില്ല? പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല, പങ്കെടുക്കത്തില്ല. അതുകൊണ്ടാണ് ഇയാളെ സ്ലീപ്പിംഗ് എന്ന് വിളിക്കുന്നത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതുകൊണ്ട്. അങ്ങനെ പഠിക്കുക. അപ്പോൾ എന്താ സ്ലീപ്പിംഗ് പാർട്ട്ണർ? ഹി കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ബട്ട് ഹി ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെന്റ്. ഓഫ് കോഴ്സ് ഇയാളുടെ ലൈബിലിറ്റി എന്തായിരിക്കും? അൺലിമിറ്റഡ് തന്നെ ആയിരിക്കും. കാരണം എന്താ? അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ അയാളുടെ ലൈബിലിറ്റി എന്തായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ട്ണറിന്റെ പ്രത്യേകത. ഇനി മൂന്നാമത്തെ പാർട്ട്ണർ ആരാണെന്ന് നോക്കാം. നമ്മുടെ മൂന്നാമത്തെ പാർട്ട്ണറാണ് സീക്രട്ട് പാർട്ട്ണർ. മൂന്നാമത്തെ പാർട്ട്ണറുടെ പേരാണ് സീക്രട്ട് പാർട്ട്ണർ. ഇനി സീക്രട്ട് പാർട്ട്ണറുടെ പ്രത്യേകത നോക്കാം. ഹി ആൾസോ കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ. അദ്ദേഹവും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. ക്യാപിറ്റല് അദ്ദേഹവും കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്നാൽ അയാൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. എന്നാൽ അയാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കത്തതുമില്ല. അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സീക്രട്ടിലി ആയിരിക്കും. മറ്റൊരാൾ പുറത്ത് ഔട്ട്സൈഡേഴ്സ് അറിയാതെ ആയിരിക്കും അദ്ദേഹം എന്ത് ചെയ്യുന്നത്? നമ്മുടെ സ്ഥാപനത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സോ ഹി secretly participate in the management. He secretly participate in the management. സീക്രട്ടായിട്ടായിരിക്കും അയാൾ എന്ത് ചെയ്യുന്നത്? മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്നത്. അപ്പം അയാളുടെ ലൈബിലിറ്റി പക്ഷെ എന്താണ്? അൺലിമിറ്റഡ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ലൈബിലിറ്റി എന്താണ്? ബാധ്യത എന്താണ്? അൺലിമിറ്റഡ് തന്നെയാണ്. കാരണം എന്താ? ഹി കോൺട്രിബ്യൂട്ട്സ് ക്യാപിറ്റൽ. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്?
ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സീക്രട്ട് പാർട്ണറെ കുറിച്ച്. അദ്ദേഹം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഈ കോൺട്രിബ്യൂട്ട്സ് എ ക്യാപിറ്റൽ. ഒപ്പം തന്നെ secretly participate in the management and his liability will be, അയാളുടെ ലൈബിലിറ്റി എന്തായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത കാര്യം നോക്കിക്കോ. നാലാമത്തെ പാർട്ണറാണ് നോമിനൽ പാർട്ണർ എന്ന് പറയും. നോമിനൽ പാർട്ണർ എന്ന് പറഞ്ഞാൽ പേരിന് വേണ്ടി മാത്രമുള്ള പാർട്ണർ. പേരിന് വേണ്ടി മാത്രമുള്ള അദ്ദേഹം എന്താണെന്ന് വെച്ചാല് നമ്മുടെ പാർട്ണർഷിപ്പില് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അദ്ദേഹം എന്തിനു വേണ്ടി മാത്രമുള്ളതാ? പേരിന് വേണ്ടി മാത്രം പാർട്ട്ണറാണ്. ഓക്കെ, എന്ന് വെച്ചാൽ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പം നാലാള് അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ അദ്ദേഹം നമ്മുടെ പാർട്ണർഷിപ്പിലെ ഒരു പാർട്ണറാന്ന് പറയുമ്പോൾ ആണെന്ന് പുറത്തറിയുമ്പോൾ അത് നമ്മുടെ ഫേമിന് ബെനിഫിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അയാൾ പേരിന് വേണ്ടി മാത്രമുള്ള പാർട്ട്ണറാന്ന് പറഞ്ഞത്. അയാൾ യഥാർത്ഥത്തിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഹി ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ഹി ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ എന്നാൽ ഇയാളുടെ ലൈബിലിറ്റി എന്താണ്? ഇയാളുടെ ബാധ്യത എന്താണ്? ഇതൊന്നും ചെയ്തില്ലെങ്കിലും അയാളുടെ ബാധ്യത അൺലിമിറ്റഡ് ആണ്. അയാളുടെ ബാധ്യത എന്താണ്? അൺലിമിറ്റഡ് ആണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പേര് നമ്മുടെ ഫേമുമായിട്ട് ബന്ധപ്പെട്ട് പോയി. ഓക്കെ, ഇനി എന്തെങ്കിലും ഒരു കേസോ മറ്റു കാര്യങ്ങളോ ഉണ്ടായാൽ അദ്ദേഹം അതിനകത്ത് ഉണ്ടാകും എന്ന് പുറത്തുള്ളവർക്ക് അറിയാം. സോ അയാളുടെ ബാധ്യത എന്തായിട്ട് മാറുന്നു? അൺലിമിറ്റഡ് ആയിട്ട് മാറുന്നു. അതാണ് അവിടെ അൺലിമിറ്റഡ് എന്ന് പറയുന്ന വാക്ക് വരാൻ കാരണം. ഇനി അടുത്ത കാര്യം പറയാം. നമ്മുടെ അഞ്ചാമത്തെ പാർട്ണറിന്റെ പേരാണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. നമ്മുടെ അഞ്ചാമത്തെ പാർട്ണറിന്റെ പേരാണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. എന്ന് വെച്ചാല് ഇവിടെ എന്താണെന്ന് വെച്ചാൽ പാർട്ട്ണർ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നമ്മുടെ പാർട്ട്ണർ എന്ത് ചെയ്യുകയാണ്? പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഈ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞുകൊണ്ട് നടക്കുന്നു, ഞാൻ ആ കാണുന്ന സ്ഥാപനത്തിലെ പാർട്ട്ണറാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ശരിക്കും അദ്ദേഹം ആരല്ല? പാർട്ട്ണർ അല്ല. എന്താ മറ്റുള്ളവരുടെ അടുത്ത്, പുറത്തുള്ളവരുടെ അടുത്ത് പറയുകയാണ്, ആ കാണുന്ന പാർട്ട്ണർഷിപ്പിലെ ഒരു പാർട്ട്ണറാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഹീസ് നോട്ട് എ പാർട്ട്ണർ. അയാൾ എന്തല്ല? പാർട്ട്ണർ അല്ല. ഇസ് ജസ്റ്റ് ആക്ടിങ് ആസ് എ പാർട്ട്ണർ. അയാൾ ജസ്റ്റ് ഒരു പാർട്ട്ണർ ആണെന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുകയാണ്. ഹിസ് നോട്ട് എ പാർട്ട്ണർ. അയാൾ പാർട്ട്ണർ അല്ല. അതുകൊണ്ട് തന്നെ അയാളുടെ ക്യാപിറ്റൽ അയാൾ എന്ത് ചെയ്യുന്നില്ല? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ദ ക്യാപിറ്റൽ. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എന്തും ചെയ്യുന്നില്ല, മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലല്ലോ. കാരണം അയാള് ഈസ് നോട്ട് ഇവൻ എ പാർട്ട്ണർ. അയാൾ പാർട്ട്ണറേ അല്ല. പിന്നെ അയാൾക്ക് ഇതൊക്കെ ചെയ്യേണ്ട കാര്യമില്ല. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അയാളുടെ ലൈബിലിറ്റി എന്താണ്? അൺലിമിറ്റഡ് ആണ്. അദ്ദേഹത്തിന്റെ ലൈബിലിറ്റി എന്താണ്? അൺലിമിറ്റഡ് ആണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ യാതൊരു പരിധിയുമില്ലാത്ത ബാധ്യത വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ പറഞ്ഞു നടക്കുകയാണ്, ഞാൻ ആ കാണുന്ന പാർട്ട്ണർഷിപ്പിലെ ഒരു പാർട്ട്ണറാണ്. പിന്നീട് എന്തെങ്കിലും ആ പാർട്ട്ണർഷിപ്പിന് എന്തെങ്കിലും പ്രശ്നം വന്നാല് ഈ വ്യക്തി തന്നെയാണ് പറഞ്ഞുകൊണ്ട് നടന്നത്. പുറത്തുള്ളവർക്കറിയാം ഇയാൾ ഇവിടുത്തെ ഒരു പാർട്ട്ണറാണ്. ശരിക്കും അയാൾ പാർട്ട്ണർ അല്ല. അയാൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കാരണം ആ തേർഡ് പാർട്ടി ഔട്ട്സൈഡേഴ്സ് ഇയാളെയും എന്ത് ചെയ്യും? ആ കേസ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ അയാളുടെ ബാധ്യത എന്തായിട്ട് മാറുന്നു? അൺലിമിറ്റഡ് ആയിട്ട് മാറുന്നു. അപ്പൊ നമ്മള് അഞ്ചാമത്തെ വ്യക്തിയെ പരിചയപ്പെട്ടത് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്ന വ്യക്തി. ഇനി ആറാമത്തെ ആളെന്ന് പറയുന്നത് പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് ആണ്. ഇതും എസ്റ്റോപ്പൽ പോലെ തന്നെയാണ്. പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറഞ്ഞാല് അവിടെ ഒരാൾ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് എസ്റ്റോപ്പലായിട്ട് പറഞ്ഞത്. ഒരാൾ ഒരു പാർട്ട്ണർ പോലും അല്ലാത്ത ഒരു വ്യക്തി പറഞ്ഞുകൊണ്ട് കിടക്കുന്നു, അയാൾ വേറെ ഏതോ ഒരു പാർട്ട്ണർഷിപ്പിലെ പാർട്ട്ണറാണെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. എന്നാൽ ഈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്ന കാര്യത്തില് ഒരു പാർട്ട്ണർഷിപ്പാണ് പറയുന്നത്. ഒരു വ്യക്തി ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പിലെ പാർട്ട്ണറാണ്, എന്നാൽ ആ വ്യക്തി ആ പാർട്ട്ണർഷിപ്പിലെ പാർട്ട്ണറേ അല്ല. ഒരു പാർട്ട്ണർഷിപ്പ് പറയുന്നു, ആ കാണുന്ന വ്യക്തി ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പിലെ പാർട്ട്ണർ ആണെന്ന് പറയുന്നു.
എന്നാലേ അയാൾ പാർട്ട്ണർ ആണോ? അല്ല. ആദ്യം പറഞ്ഞ കേസ് എന്താ? നമ്മൾ എസ്റ്റോപ്പൽ പറഞ്ഞ കേസ് എന്താ? എസ്റ്റോപ്പൽ പറഞ്ഞ കേസ് എന്താന്ന് വെച്ചാൽ ഒരു വ്യക്തി പറയുന്നു അദ്ദേഹം എന്താണെന്ന്, ഒരു പാർട്ണർഷിപ്പിലെ പാർട്ട്ണർ ആണെന്ന്. പക്ഷെ പാർട്ട്ണർ അല്ല. ഹോൾഡിംഗ് ഔട്ടില് പാർട്ട്ണർ അല്ല പറയുന്നത്, ഒരു പാർട്ട്ണർഷിപ്പ് തന്നെ പറയുന്നു. ആ കാണുന്ന വ്യക്തി ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പിലെ പാർട്ട്ണർ ആണ്. ബട്ട് ഹി ഈസ് നോട്ട് ഈവൻ എ പാർട്ട്ണർ. അയാൾ എന്തല്ല? പാർട്ട്ണർ അല്ല. അവരെന്തിനാ അങ്ങനെ പറയുന്നത്? ആ കാണുന്ന വ്യക്തി ചിലപ്പോൾ ഒരു സെലിബ്രിറ്റിയോ മറ്റ് ആരെങ്കിലും ആയിരിക്കും, നാലാൾ അറിയുന്ന ഒരു വ്യക്തി ആയിരിക്കും. അപ്പം അവർക്ക് കൂടുതൽ പേരെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും അവരെങ്ങനെ പറയുന്നത്. ഇനി ഇയാളുടെ സവിശേഷത നോക്കാം. അയാൾ പാർട്ട്ണർ അല്ലല്ലോ, അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യുന്നില്ല? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റും ചെയ്യുന്നില്ല. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റും ചെയ്യുന്നില്ല. സോ എന്നിരുന്നാലും അയാളുടെ ലൈബിലിറ്റി എന്താണ്? അൺലിമിറ്റഡ് ആണ്. ഓക്കെ, അയാളുടെ ലൈബിലിറ്റി യാതൊരു പരിധിയുമില്ലാത്ത ബാധ്യതയാണ് ആ വ്യക്തിക്കുമുള്ളത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പാർട്ണർഷിപ്പ് പറയുന്നു ഇദ്ദേഹം പാർട്ട്ണർ ആണ്. ഓക്കെ, ആരുടെ അടുത്താ പറയുന്നത്? പുറത്തുള്ള ഔട്ട്സൈഡേഴ്സ്. അവരെന്താ കരുതുന്നത്? ഈ വ്യക്തി പാർട്ട്ണർ ആണ്. ഓക്കെ, ആ പാർട്ണർഷിപ്പിലെ പാർട്ട്ണർ ആണ്. പിന്നീട് ആ പാർട്ണർഷിപ്പിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഔട്ട്സൈഡേഴ്സ് എന്താ കരുതുന്നത്? ഈ വ്യക്തിയും അതിലെ ഒരു പാർട്ട്ണർ ആയിരുന്നു. സോ അവര് ഇദ്ദേഹത്തെ പഴിചാരും. ഓക്കെ, അതുകൊണ്ടാണ് അയാളുടെ ലൈബിലിറ്റി എന്തായിട്ട് മാറിയത്? അൺലിമിറ്റഡ് ആയിട്ട്. ഇനി ഇദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്തിരുന്നാൽ മാത്രമേ ഇദ്ദേഹം ആ ലൈബിലിറ്റി ഏറ്റെടുക്കേണ്ടതുള്ളൂ. അവര് പറയുമ്പോൾ, ഔട്ട്സൈഡേഴ്സിന്റെ അടുത്ത് പറയുമ്പോൾ ഇദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുകയാണ്, ആണ് ഞാനും ഒരു പാർട്ട്ണർ ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുക. പക്ഷേ ഇയാൾ പാർട്ട്ണർ അല്ല എങ്കിൽ പോലും ഇദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുകയാണ്, അവർ പറഞ്ഞത് ശരിയാണ്, ഞാനൊരു പാർട്ട്ണറാണ്, എങ്കിൽ മാത്രമേ ആ ലൈബിലിറ്റി ഏറ്റെടുക്കേണ്ടതുള്ളൂ. പക്ഷേ ഇദ്ദേഹം റിജക്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ആദ്യമേ തന്നെ റിജക്റ്റ് ചെയ്തു, ഞാനൊരു പാർട്ട്ണറെ അല്ലെന്ന് റിജക്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഹി ഡസ് നോട്ട് ബെയർ ദ ലൈബിലിറ്റി. അദ്ദേഹം എന്ത് ചെയ്യേണ്ട കാര്യമില്ല? ലൈബിലിറ്റി ബെയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇതാണ് നമ്മളുടെ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്ന പാർട്ട്ണർ. ഇനി ഏറ്റവും അവസാനത്തെ പാർട്ട്ണറെ പരിചയപ്പെടാം, മൈനർ പാർട്ട്ണർ. നമ്മുടെ ഏറ്റവും അവസാനത്തെ 7ാമത്തെ പാർട്ട്ണറാണ് മൈനർ പാർട്ട്ണർ എന്ന് പറയുന്നത്. ഇനി ഈ മൈനർ പാർട്ട്ണർ ആരാണെന്ന് വെച്ചാൽ 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തിയാണ് മൈനർ പാർട്ട്ണർ. മൈനർ എന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ള വ്യക്തി. അപ്പം ഇദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു മൈനർക്ക് പാർട്ണർഷിപ്പിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ, പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം പറ്റില്ല. പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അല്ല ആ വ്യക്തിയുടെ, ആ മൈനറിൻ്റെ ആരെങ്കിലും അനന്തരാവകാശികൾ, ഓക്കെ, ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം. ലീഗൽ ഹെയർ പ്രകാരം മുന്നോട്ട്, അദ്ദേഹത്തിൻ്റെ അച്ഛനോ മറ്റ് ബന്ധുക്കളോ ആരെങ്കിലും ആയിക്കോട്ടെ, അവർ ആ പാർട്ണർഷിപ്പിൽ പാർട്ട്ണറായിരുന്നു, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു, മരണം സംഭവിക്കുകയോ അല്ല എന്തെങ്കിലും ലുനാസിറ്റി സംഭവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇയാളുടെ ലീഗൽ ഹെയറായ ആ മകന് അല്ലെ മകൾക്ക്, മൈനറായ മകൾക്ക് അല്ല മകന് എന്ത് ചെയ്യാം? ആ പാർട്ണർഷിപ്പിലേക്ക് കടന്ന് ചെല്ലാം. അങ്ങനെ മാത്രമേ ഒരു മൈനർ പാർട്ണർക്ക് ഇന്ത്യയിലെ പാർട്ണർഷിപ്പിനകത്ത് എൻ്റർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി എന്താണെന്ന് നോക്കിക്കോ, മൈനർ പാർട്ണറിന്റെ പ്രത്യേകത, അയാൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആരുടെ ക്യാപിറ്റലാ? മൈനർ പാർട്ണറിന്റെ ക്യാപിറ്റൽ അല്ല, നേരത്തെ ആ മരിച്ചുപോയ ആ വ്യക്തിയുടെ, ഇയാളുടെ എന്താ ആരോ ആയിക്കോട്ടെ, ആ റിലേറ്റീവിൻ്റെ ആ ക്യാപിറ്റലാണ് ഏതെന്ന് പറയുന്നത് ഇപ്പോൾ ഇയാളുടെ ക്യാപിറ്റലായിട്ട് മാറിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കോൺട്രിബ്യൂട്ട്സ് ക്യാപിറ്റൽ എന്ന് എഴുതാം. എന്നാൽ ഇയാൾ എന്ത് ചെയ്യുന്നില്ല? മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതിനുള്ള കാരണം എന്താ? അയാളുടെ പേരിൽ തന്നെയുണ്ട്, അയാൾ ആരാണ്? മൈനറാണ്. സോ അയാൾക്കൊരു മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള പക്വതയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. സോ ഈ ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെന്റ്. അയാൾ മാനേജ്മെന്റിൽ എന്ത് ചെയ്യുന്നില്ല? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഇത്രയും പാർട്ട്ണർ ഉണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ മാത്രം ലൈബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, പരിമിതമായിട്ടുള്ള ലൈബിലിറ്റി മാത്രമേ ഇദ്ദേഹത്തിന് വരുന്നുള്ളൂ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം, നമുക്കറിയാം ഒരു സ്ഥാപനമാകുമ്പോൾ ലാഭവും നഷ്ടവും ഉണ്ടാകാമെന്ന് നമുക്ക് അറിയാം. എന്നാൽ മൈനർ പാർട്ണറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഒരിക്കലും നഷ്ടം ഏറ്റെടുക്കത്തില്ല, ലാഭം മാത്രമേ ഷെയർ ചെയ്യൂ. ഓക്കെ, നഷ്ടമുണ്ടായാൽ ഇദ്ദേഹം ഏറ്റെടുക്കത്തില്ല.
അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ലൈബിലിറ്റി എന്തായിട്ട് മാറിയത്? ലിമിറ്റഡ് ആയിട്ട് മാറി. ഹി ഓൺലി ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് മാത്രമേ അദ്ദേഹം ഷെയർ ചെയ്യത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അയാളെ മൈനർ പാർട്ട്ണർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 7 പാർട്ട്ണറെയാണ് പരിചയപ്പെട്ടത്. 7 പാർട്ട്ണർമാരുണ്ട്. ആരൊക്കെയാണെന്ന് വെച്ചാൽ ആക്റ്റീവ് പാർട്ട്ണർ. ഓക്കെ, ആക്റ്റീവ് പാർട്ട്ണറിന്റെ പ്രത്യേകതകൾ: കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ, ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്, അൺലിമിറ്റഡ്. രണ്ടാമത്തെ ആളാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ. ഓക്കെ, അയാൾ എന്ത് ചെയ്യും? അയാളും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ്, മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല, ബട്ട് ലൈബിലിറ്റി ഈസ് അൺലിമിറ്റഡ്. ഇനി മൂന്നാമത്തെ കാര്യം സീക്രട്ട് പാർട്ണർ. ഈ ആൾസോ കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ, അയാളും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ആ വാക്കിലുണ്ട്, സീക്രട്ടിലി ആണ് എന്ത് ചെയ്യുന്നത്? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ലൈബിലിറ്റി എന്താണ്? അൺലിമിറ്റഡ് ആണ്. ഇനി അടുത്ത 4ാമത്തെ വ്യക്തിയാണ് നോമിനൽ പാർട്ണർ. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ലൈബിലിറ്റി പക്ഷേ അൺലിമിറ്റഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത ആളെ നോക്കുക. പാർട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്നതാണ് അടുത്ത വ്യക്തി. പാർട്ണർ ബൈ എസ്റ്റോപ്പൽ. ഇദ്ദേഹവും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ലൈബിലിറ്റി എന്താണ്? അൺലിമിറ്റഡ്. സെയിം പോർഷൻ തന്നെയാണ് പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത് വരുന്നത്. അവിടെയും അദ്ദേഹം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ലൈബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഇനി ഏറ്റവും അവസാനത്തെ ആൾ മാത്രമേ നമുക്കൊരു വ്യത്യാസം വരുന്നുള്ളൂ. മൈനർ പാർട്ട്ണർ. അയാൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, കാരണം മൈനർ ആയതുകൊണ്ട് മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. ബട്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? ലിമിറ്റഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് പാർട്ട്ണർ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. 7 പേരെ കുറിച്ചാണ് നമുക്ക് പഠിക്കാൻ ഉള്ളത്. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാൻ ഉള്ളത് ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞത് ടൈപ്സ് ഓഫ് പാർട്ട്ണർ, പലതരത്തിലുള്ള പാർട്ട്ണർമാർ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്, പലതരത്തിലുള്ള പാർട്ട്ണർഷിപ്പ്. ഓക്കെ, കുറേ തരത്തിലുള്ള പാർട്ട്ണർഷിപ്പുകളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. നമ്മുടെ ഇന്ത്യയിൽ കുറേ തരത്തിലുള്ള പാർട്ട്ണർഷിപ്പുകൾ. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പം അത് 2 ബേസിസിലാണ് പറയുന്നത്. ഒന്നാമത്തെ ബേസിസ് എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ. ഒന്നാമത്തെ ബേസിസ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ. കാലാവധിയുടെ ബേസിൽ എങ്ങനെയാണ് തിരിച്ചേക്കുന്നത് നോക്കാം. കാലാവധിയുടെ ബേസിൽ 2 പാർട്ട്ണർഷിപ്പുകളാണുള്ളത്. ഒന്നാമത്തേത് പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല്. പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയും. ഓക്കെ, പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയും. രണ്ടാമത്തേതാണ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. രണ്ടാമത്തേത് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. എന്താണ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറഞ്ഞാൽ? വിൽ എന്ന് പറഞ്ഞാൽ തീരുമാനം. എല്ലാ വ്യക്തികളും അല്ലെ എല്ലാ പാർട്ട്ണർമാരും കൂടെ ചേർന്ന് തീരുമാനിക്കുന്നു നമുക്ക് ബിസിനസ് അവസാനിപ്പിക്കാം. അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുന്ന പാർട്ട്ണർഷിപ്പുകളെയാണ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്നത്. അത് അവർ എഗ്രിമെന്റ് എഴുതുമ്പം തന്നെ, പാർട്ട്ണർഷിപ്പ് ഡീഡില്ലേ, ആ ഡീഡ് എഴുതുമ്പം തന്നെ പറഞ്ഞിരിക്കും. ഓക്കെ, അവരുടെ തീരുമാനം എല്ലാവരും കൂടെ തീരുമാനിച്ച്, അത് എല്ലാവരുടെ തീരുമാനിച്ചായിരിക്കും തുടങ്ങുന്നത്. ഓഫ് കോഴ്സ് അതുപോലെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് വിളിക്കാം. ഇനി രണ്ടാമത്തെ കാര്യമാണ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. രണ്ടാമത്തെ കാര്യമാണ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. ഇനി എന്താണ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? പർട്ടിക്കുലർ, ഓക്കെ, ആ ഒരു വാക്കിലുണ്ട് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്താണെന്ന്. ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി, അതെന്തുമാകാം? പ്രോജക്റ്റുകളാകാം, ഓക്കെ, എന്തെങ്കിലും ഇവന്റുകളാകാം. അപ്പം എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി രൂപീകരിക്കുന്ന പാർട്ട്ണർഷിപ്പുകളെയാണ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. എന്തെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടി രൂപീകരിക്കുന്ന പാർട്ട്ണർഷിപ്പുകളെയാണ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് ഇപ്പം റോഡ് പണിയുക, ബ്രിഡ്ജ് പണിയുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ആ ഒരു കാര്യം ചെയ്യുന്നത്, അത് പ്രത്യേക കാര്യമാണ്. ആ ഒരു ഇവന്റ് കഴിഞ്ഞാൽ അല്ലെ പ്രത്യേക പ്രോജക്റ്റ് കഴിഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പ് അവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഇത്രയും സ്ഥലത്ത് റോഡ് പണി നടക്കാൻ പോവാം, അവിടത്തേക്കുള്ള ഏതെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് ഏറ്റെടുത്തു. ഓക്കെ, കുറേ പേര് ചേർന്ന് ചെയ്യാമെന്ന് ഏറ്റെടുത്തു. എപ്പോഴാണോ ആ റോഡ് പണിഞ്ഞ് കഴിയുന്നത് അവിടെ ആ പാർട്ട്ണർഷിപ്പ് അവസാനിപ്പിച്ചു. അങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്.
ഇനി നമുക്ക് രണ്ടാമത് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ലൈബിലിറ്റി. ലൈബിലിറ്റിയുടെ ബേസിസിൽ, ലൈബിലിറ്റി എന്താണെന്നറിയാലോ? ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യത. ബാധ്യതയുടെ ബേസിൽ ഓക്കെ പല രീതിയിലുള്ള ബാധ്യത അൺലിമിറ്റഡും ഉണ്ട് ലിമിറ്റഡും ഉണ്ട്. അപ്പോൾ ആ ബാധ്യതയുടെ ബേസിൽ എങ്ങനെയാണ് തിരിച്ചേക്കുന്നത് നോക്കാം. ഒന്നാമത്തതാണ് ജനറൽ പാർട്ണർഷിപ്പ്, രണ്ടാമത്തതാണ് ലിമിറ്റഡ് പാർട്ണർഷിപ്പ്. ഒന്നാമത്തത് ജനറൽ പാർട്ണർഷിപ്പ്. ജനറൽ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ പാർട്ണർഷിപ്പ് നമ്മൾ പഠിച്ചില്ലേ, എക്സ്പ്ലനേഷൻ പഠിച്ചില്ലേ? പാർട്ണർഷിപ്പ് ഈസ് എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more persons who agree to share the profit or loss of the business എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ? അതാണ് ജനറൽ പാർട്ണർ, സാധാ പാർട്ണർഷിപ്പ് ബിസിനസ്. അവർ രണ്ടോ അതിൽ കൂടുതൽ ആളുകളുണ്ട്, രൂപീകരിക്കുന്നു. ഇനി എപ്പോഴാണ് അവസാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡെത്ത് ഓഫ് എനി പാർട്ട്ണർ ആകാം, അല്ലെ മറ്റേ റിട്ടയർമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അവസാനിപ്പിക്കുന്ന സാധാ നമ്മളുടെ പാർട്ണർഷിപ്പിനെയാണ് ജനറൽ പാർട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത് നോക്കിക്കോ, ലിമിറ്റഡ് പാർട്ണർഷിപ്പ്. ലിമിറ്റഡ് പാർട്ണർഷിപ്പ്. ലിമിറ്റഡ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന കാര്യം ഇന്ന് ഇന്ത്യയിൽ നിലവിൽ ഇല്ലാത്ത പാർട്ണർഷിപ്പാണ് ലിമിറ്റഡ് പാർട്ണർഷിപ്പ്. അത് നിലവിലില്ലാതെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പറയുന്നത്, ലിമിറ്റഡ് പാർട്ണർഷിപ്പിൽ പറയുന്നത്, ഈ പാർട്ണർഷിപ്പിലേക്ക് വരുന്നവരെല്ലാം ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അവർ നഷ്ടം ഏറ്റെടുക്കത്തില്ല. ദേ ഓൺലി വാണ്ട് ദ പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ്. അവർക്ക് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് മാത്രം മതി. അങ്ങനെ ഒരു കാര്യം ഒരിക്കലും ഒരു ബിസിനസ്സിൽ നടക്കില്ല. എല്ലാവരും ലാഭം മാത്രം പ്രതീക്ഷിച്ച് ബിസിനസ്സിലേക്ക് വന്നാൽ ഒരു ബിസിനസ് മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിൽ പാർട്ണർഷിപ്പ് ആക്ടിൽ ആ ഒരു ലിമിറ്റഡ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന പോർഷൻ ഇല്ല. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ പാർട്ണർഷിപ്പ് ആക്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പാർട്ണർഷിപ്പ് നിയമത്തിൽ ഇന്ന് ലിമിറ്റഡ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇല്ല. ഓക്കെ, അപ്പോൾ അതിനെയാണ് ലിമിറ്റഡ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ് ആണ് പറഞ്ഞത്. ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ് രണ്ട് രീതിയിൽ, ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ പാർട്ണർഷിപ്പ് അറ്റ് വില്യം, പർട്ടിക്കുലർ പാർട്ണർഷിപ്പ്. ഓൺ ദ ബേസിസ് ഓഫ് ലൈബിലിറ്റി ജനറൽ പാർട്ണർഷിപ്പും ലിമിറ്റഡ് പാർട്ണർഷിപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോർഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് പാർട്ണർ എന്ന് പറയുന്ന പോർഷൻ ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ്. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും പഠിപ്പിച്ചത് മനസ്സിലായെന്ന് കരുതുന്നു. നോട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ വീഡിയോയുടെ ബേസിൽ തയ്യാറാക്കുക. താങ്ക് യു.